നമസ്കാരം. ഇന്നത്തെ ഈ തിരക്കേറിയ ജീവിതത്തിനിടയ്ക്ക് പലരും ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടത്ര പ്രാധാന്യം നൽകുന്നില്ല. പല അസുഖങ്ങളും പിടിപെട്ട് കഴിയുമ്പോൾ മാത്രമാണ് ആരോഗ്യം ശ്രദ്ധിക്കാൻ തുടങ്ങുക. പക്ഷെ ചിലപ്പോഴൊക്കെ അത് വളരെ വൈകിട്ടും ഉണ്ടാകും. ശരീരത്തിൽ വരുന്ന കൊച്ചു കൊച്ചു മാറ്റങ്ങളും അടയാളങ്ങളും ചെറിയ ചെറിയ വയ്യായികളും ഒക്കെ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ പിന്നീട് അത് വലിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നു. അതുകൊണ്ട് തന്നെ വർഷത്തിലൊരിക്കലെങ്കിലും ചില പരിശോധനകൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ പല രോഗങ്ങൾക്കും മരുന്നില്ലാതെ തന്നെ, പ്രത്യേകിച്ചും ജീവിതശൈലി രോഗങ്ങളായ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ, ഫാറ്റി ലിവർ ഒക്കെ കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് സാധിക്കും. ഈ സ്ട്രോക്കൊക്കെ വന്നിട്ട് ഒരു വശമൊക്കെ തളർന്ന് ട്രീറ്റ്മെൻറ്റിനായിട്ട് വരുന്ന പലരുടെയും മക്കളൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവരുടെ അമ്മ അല്ലെങ്കിൽ അച്ഛനൊക്കെ ആയിരിക്കും ഇങ്ങനെ സംഭവിക്കുക. അതുവരെ ഒരു ഹോസ്പിറ്റലിൽ പോവുകയോ മരുന്ന് കഴിക്കുകയോ ബ്ലഡ് ടെസ്റ്റ് പോലും ചെയ്തിട്ടില്ലെന്ന് അവർ പറയാറുണ്ട്. ഒരു പക്ഷേ അവർ ഒരിക്കലെങ്കിലും അവരുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുകയോ അല്ലെ BP ഒക്കെ ഒന്ന് നോക്കുകയോ ഒക്കെ ചെയ്തിരുന്നെങ്കിൽ അവർക്ക് ഈ ഒരു അവസ്ഥയിൽ എത്തിപ്പെടില്ലായിരുന്നിരിക്കാം. അതുകൊണ്ട് തന്നെ ചെറിയ തരത്തിലുള്ള എന്തെങ്കിലും അസ്വസ്ഥതയൊക്കെ തോന്നുവാണെങ്കിൽ, പ്രത്യേകിച്ചും 40-50 വയസ്സിനൊക്കെ മുകളിലുള്ളവർ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഇനി പറയുന്ന ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കേണ്ടത് അത്യാവശ്യമാണ്. ആദ്യത്തെ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ റൂട്ടീൻ ബ്ലഡ് ടെസ്റ്റ് ആണ്. ഇതിൽ ഹീമോഗ്ലോബിൻ, ടോട്ടൽ കൗണ്ട്, ഡിഫറൻഷ്യൽ കൗണ്ട്, ESR ഒക്കെ വരും. ഇത് വിളർച്ചയുണ്ടോ എന്നറിയാനോ മറ്റെന്തെങ്കിലും അണുബാധയൊക്കെ ഉണ്ടോ എന്നറിയാനായിട്ട് സഹായിക്കും. രണ്ടാമത്തത് നമുക്കറിയാം ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ആണ്. പ്രമേഹം നമുക്ക് കണ്ടുപിടിക്കാം. മൂന്നാമത്തെ ബ്ലഡ് പ്രഷറാണ്. ഇത് ഹൈപ്പർ ടെൻഷൻ, അതായത് പ്രഷർ കൂടുതലുണ്ടോ കുറവുണ്ടോ എന്നൊക്കെ നോക്കാം. നാലാമതായിട്ട് ലിവർ ഫങ്ഷൻ ടെസ്റ്റാണ്. പ്രത്യേകിച്ചും ഫാറ്റി ലിവർ ഒക്കെ ഉള്ളവർ തീർച്ചയായും ഈ ടെസ്റ്റ് നോക്കണം. അഞ്ചാമതായിട്ട് യൂറിൻ റൂട്ടീനാണ്, അതായത് അണുബാധ, സ്റ്റോണൊക്കെ അറിയാനായിട്ട് സാധിക്കും. ആറാമത്തത് വൈറ്റമിൻ D3, വൈറ്റമിൻ B12 ആണ്. ഇത് ടെസ്റ്റ് ചെയ്തിട്ട് കുറവാണെങ്കിൽ ആ ഡെഫിഷ്യൻസിയൊക്കെ പരിഹരിച്ചാൽ അസ്ഥികൾ, ഞരമ്പുകൾ സംബന്ധിച്ച പല പ്രശ്നങ്ങളും പരിഹരിക്കാം. അടുത്തതായിട്ട് ലിപ്പിഡ് പ്രൊഫൈലാണ്. കൊളസ്ട്രോൾ ഉണ്ടോ എന്ന് നോക്കാം. അടുത്തത് റീനൽ ഫങ്ഷൻ ടെസ്റ്റ്, കിഡ്നിയുടെ ടെസ്റ്റാണ്. പ്രത്യേകിച്ചും പ്രമേഹവും ഹൈപ്പർ ടെൻഷനും ഒക്കെ ഉള്ളവർ തീർച്ചയായും ഈ ടെസ്റ്റ് നോക്കിയിരിക്കണം. അടുത്തത് PSA എന്ന് പറയുന്ന ഒരു ടെസ്റ്റാണ്. 50 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റിൻ്റെ ക്യാൻസർ നേരത്തെ കണ്ടെത്താൻ സഹായിക്കും. അടുത്തത് 50 അതിൽ കൂടുതലോ വയസ്സുള്ള സ്ത്രീകളിൽ ഈ പാപ്സ്മിയർ ടെസ്റ്റ് അത്യാവശ്യമായിട്ട് ചെയ്ത് നോക്കണം. ഇത് ഗർഭാശയ ക്യാൻസർ നേരത്തെ കണ്ടെത്താനായിട്ട് സാധിക്കും. ചില രോഗങ്ങൾ നേരത്തെ കണ്ടെത്തിയാൽ ജീവിതശൈലി കൊണ്ടും ആഹാര രീതി കൊണ്ടൊക്കെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് വർഷത്തിൽ ഒരിക്കലെങ്കിലും ഈ പറഞ്ഞ ടെസ്റ്റുകളൊക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.